ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടുമെന്നത് ഉറപ്പാണ്. ഇനി അടുത്തത് വരാനിരിക്കുന്നത് ഓസീസുമായിട്ടുള്ള ഏകദിനമാണ്. മാർച്ച് 17 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ആദ്യ കളി. ഇന്ത്യൻ ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യക്ക് ഒരു എതിരാളിയല്ലായിരുന്നു. എന്നാൽ ഏകദിനം അങ്ങനെയല്ല. അവർ ഇന്ത്യക്ക് മികച്ച ഒരു വെല്ലുവിളിയായിരിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ഫസ്റ്റ് ഏകദിനത്തിന്റെ ഇന്ത്യയുടെ പ്ലേയിങ് ലെവനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓപ്പണേഴ്സായിട്ട് ഇഷാനും ഗില്ലുമായിരിക്കും ആദ്യത്തെ ഏകദിനത്തിൽ കളിക്കുക. രോഹിത് ശർമ്മ ആദ്യത്തെ ഏകദിനത്തിലില്ല. ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. രോഹിത് ഇല്ലാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഗില്ല് ഡബിൾ സെഞ്ചുറി അടിച്ച് ഫോമിലാണ്. അതുപോലെ ഇഷാനും മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ്. ഏകദിനത്തിൽ രണ്ടുപേരും ഒരുമിച്ചാൽ എങ്ങനെയാകുമെന്നത് ആദ്യത്തെ ഏകദിനത്തിൽ കാണാൻ സാധിക്കും. ഇനി 3-ാം നമ്പറിൽ പതിവ് പോലെ തന്നെ കോഹ്ലി കളിക്കും. ഏകദിന ക്രിക്കറ്റിൽ കോഹ്ലി മികച്ച ഫോമിലാണ്. ഇനി 4-ാം നമ്പറിൽ സൂര്യകുമാർ കളിക്കുമോ, ശ്രേയസ് ഇറങ്ങുമെന്നതാണ് ചോദ്യചിഹ്നം. കീപ്പറായിട്ട് ഇഷാൻ ടീമിലുണ്ടായിരിക്കും. മലയാളി താരം സഞ്ജുവിനെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ല. ഇനി KL രാഹുലും ആദ്യത്തെ ഏകദിനത്തിൽ ഉണ്ടായിരിക്കും. ക്യാപ്റ്റനായിട്ട് പാണ്ഡ്യയാണ് ടീമിലുള്ളത്. സ്പിന്നർമാരായിട്ട് യുസ്വേന്ദ്ര ചഹൽ, കുൽദീപ് യാദവ് ഉണ്ടായിരിക്കും. പേസർമാരായിട്ട് സിറാജ്, ഉമ്രാൻ മാലിക്. ഇനി ഓൾറൗണ്ടറായിട്ട് വാഷിംഗ്ടൺ സുന്ദറായിരിക്കും ടീമിലുണ്ടായിരിക്കുക. നിലവിലെ അവസ്ഥ വെച്ച് ഓസ്ട്രേലിയ ഇന്ത്യക്ക് എതിരാളിയല്ല. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയല്ല ഏകദിനം. അതിൽ ഇന്ത്യ ഓസീസിനെ ഭയന്നേ മതിയാവും. മികച്ച കളി കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങൾ ഓസീസിനുണ്ട്. നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ പരമ്പര കൈവിട്ടു പോയേക്കും. 3 ഏകദിനമാണ് ഇന്ത്യ ഓസീസുമായിട്ട് കളിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത നോക്കാം. ഇഷാൻ കിഷൻ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, യുസ്വേന്ദ്ര ചഹൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ഉമ്രാൻ മാലിക്. ഇതാണ് ഇന്ത്യയുടെ സാധ്യത 11. മികച്ചൊരു ടീം ഇന്ത്യക്കുണ്ട്. ഓസീസിന് ഇന്ത്യ തകർക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.